ഹായ് ഗായ്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത് കണ്ടില്ലേ, ഗ്രിഡിൽ എന്ന് പറയും. അതായത് നമ്മുടെ ഗ്രില്ല് പോലെ തന്നെ ഫ്ലാറ്റ് സർഫസ് ഉള്ള ആണ് ഗ്രിഡിൽ എന്ന് പറയുന്നത്. ഇതിന്ന് അസംബിൾ ചെയ്യുന്ന ഒരു വീഡിയോയാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് 36 ഇഞ്ച് സൈസുള്ള ഗ്രിഡിലാണിത്. ഇതിൻ്റെ പല സൈസുണ്ട്. ഇതിനോട്ട് താഴെയോട്ടുള്ള സൈസുകൾ 28, 26 അങ്ങനെ അതിൻ്റെ വലുപ്പം അനുസരിച്ച് ഏരിയ, അതായത് കുക്കിംഗ് ഏരിയയുടെ വലുപ്പം അനുസരിച്ചാണ് ഇതിൻ്റെ സൈസ്. അപ്പം ഇത് വലിയ ഗ്രിഡിലാണ്. ഇതിൻ്റെ സൈഡിലോട്ടുള്ള പല സൈസിലുള്ളതുണ്ട്. അപ്പോൾ ഇതാണ് ഫിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഉള്ള ഗ്രിഡിലിൻ്റെ ഒരു പൂർണ്ണ രൂപം ഇതാണ്. അതിന് സൈഡ് ഷെൽഫ്, അതുപോലെ തന്നെ ടൂൾ ഹാങ് ചെയ്യാനായിട്ടുള്ള ഹുക്കുകൾ, അതുപോലെ തന്നെ 4 സെപ്പറേറ്റ് കുക്കിംഗ് സോണുകളാണ്. അത് നമുക്ക് ആവശ്യമുള്ള സോണായിട്ട് മാത്രം 4 ഡിഫറെൻറ്റ് സെപ്പറേറ്റ് സോണുകളാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ടിലൊരു ഷെൽഫ്, അതായത് നമ്മുടെ സോസുകളും കാര്യങ്ങളും ഒക്കെ ഹോൾഡ് ചെയ്യത്തക്ക ഫ്രണ്ടിലൊരു ഷെൽഫുണ്ട്. ഒരു സൈഡ് ഷെൽഫ്, ഇവിടെയുണ്ട് ഒരു സൈഡ് ഷെൽഫ്, ഇവിടെയുണ്ട് ഒരു സൈഡ് ഷെൽഫ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ് ടൂള് കുക്ക് ചെയ്യാനായിട്ട്. അങ്ങനെയാണ് ഇതിൻ്റെ ഘടന. അപ്പം ഇൻഡിപെൻഡൻറ്റ് ഹീറ്റ് സോണുകളാണ്. 1, 2, 3, 4 ഹീറ്റ് സോണും 4 ഇത് കൺട്രോൾ ഏരിയയുമാണുള്ളത്. അപ്പം സൈഡിലായിട്ട് ഇത് നമ്മുടെ ഗ്യാസ് സിലിണ്ടർ വെക്കാനായിട്ടുള്ള ഹുക്കും സ്റ്റാൻഡുകളും ഉണ്ട്. അടിയിലൊരു ഷെൽഫും ഉണ്ട്. അപ്പോൾ ഇതാണ് ഇത്. വീലിലാണ് ഇത്. സ്റ്റാൻഡും അതുപോലെ തന്നെ വീലും ഉണ്ട്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനായിട്ടുള്ള സൗകര്യവുമുണ്ട്. അപ്പം ഇപ്പോൾ ടവൽ ഹോൾഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഹുക്കും ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ബോക്സ് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ഓപ്പൺ ചെയ്തെങ്കിലേ നമുക്ക് എന്തൊക്കെ ടൂളുകളൊക്കെ വേണമെന്നുള്ളത് നമുക്കറിയത്തുള്ളൂ. ഇതിൽ എഴുതിയേക്കുന്നത് 30 മിനിറ്റ് കൊണ്ട് നമുക്ക് അസംബിൾ ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ചെയ്യുമ്പോഴേ അറിയത്തുള്ളൂ എന്തോ സമയം എടുക്കുക എന്നുള്ളത്. 30 മിനിറ്റ് ചിലപ്പോൾ അവർ കമ്പനി ആളുകൾ, എക്സ്പെർട്ട് ആളുകൾ അവർ ചെയ്യുമ്പോഴായിരിക്കും. ഭയങ്കര ഹെവി ആയിട്ടുള്ളൊരു സാധനമാണ്. ഇത് കണ്ടിട്ട് നമ്മുടെ ഗ്യാസ് സിലിണ്ടർ കുക്ക് ചെയ്യാനായിട്ടുള്ള ഹോസാണ്. ഓരോ ഐറ്റങ്ങൾ ഇനി എടുക്കാം. ഇത് മാനുവൽ. ഇത് നോക്കിക്കഴിഞ്ഞാൽ കുറേ ഐഡിയ കിട്ടും. നമുക്ക് വേണ്ടിയ ടൂളുകളെ കാര്യങ്ങളെ എല്ലാം ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഓക്കെ, ടൂൾ ഇതിൻ്റെ അകത്ത് പറഞ്ഞേക്കുന്നത് ഫിലിപ്സ് ഹെഡ് സ്ക്രൂ ഡ്രൈവർ വേണം ഒരെണ്ണം, പിന്നെ ഒരു അഡ്ജസ്റ്റബിൾ റേഞ്ച് വേണം. അപ്പോൾ നമ്മുടെ ബോക്സ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. മാനുവൽ എടുത്തു. മാനുവലിൻ്റെ അകത്ത് എല്ലാ ഇൻസ്ട്രക്ഷനും പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രില്ല് ഇതിപ്പോൾ അപ്സൈഡ് ഡൗൺ ആയിട്ടാണ് ഇതിരിക്കുന്നത്. അതായത് ഗ്രില്ലിൻ്റെ ഭാഗം ഡൗണിലും അതുപോലെ തന്നെ അതിൻ്റെ ലെഗ്, കാല് ചുവപ്പിലുമായിട്ടാണ് ഇരിക്കുന്നത്. ഇത് ഇതേ പൊസിഷനിൽ തന്നെ മറ്റൊരാളുടെ ഹെവിയാണ്, മറ്റൊരാളുടെ ഹെൽപ്പോട് കൂടി ഇത് നമുക്ക് പുറത്തെടുത്ത് വെക്കണം. കവറിൻ്റെ പുറത്തെടുത്ത് അത് വെച്ച് വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പം ഒരാളുടെ ഹെൽപ്പോട് കൂടി നമുക്കിതിനെ ഒന്ന് പുറത്തെടുത്ത് വെക്കാം. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്തപ്പോൾ ഇത് 2 ഭാഗമായിട്ടാണ്. അതായത് ഇതിൻ്റെ ലെഗ് പാർട്ട് ഒന്നും സ്റ്റാൻഡ് പാർട്ട് ഒന്നും അതുപോലെ തന്നെ ഗ്രിൽ പാർട്ട് 2ആയിട്ടാണ് ഇത് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സ്റ്റാൻഡിനെ പുറത്തോട്ട് ഒന്ന് എടുക്കണം. ഇതിൻ്റെ ഈ സൈഡിലായിട്ട് ഈ ലെഗ് ഓപ്പൺ ചെയ്യാനായിട്ട് ഈ സൈഡിലായിട്ട് ഒരു ലോക്ക് ഉണ്ട്. അത് ഓപ്പൺ ചെയ്തിട്ട് വേണം ഈ ലെഗ് സൈഡിലോട്ട് ഓപ്പൺ ചെയ്യാനായിട്ട്. എന്നിട്ട് ഇതിൻ്റെ വീല് ഫിക്സ് ചെയ്യണം. പക്ഷെ നമ്മുടെ വീല് എവിടാന്നുള്ളത് കണ്ടില്ല. അതിൻ്റെ അടിയിലെങ്ങാണ്ടാണ്. അതപ്പോൾ ആ വീല് നമുക്ക് തപ്പിയെടുക്കണം. അതാണ് അടുത്ത പരിപാടി. അപ്പോൾ ഇവനെ ഇവിടോട്ട് ഇരിക്കട്ടെ. അപ്പം ഞാൻ ആ വീലൊന്ന് കണ്ടുപിടിക്കാൻ പോവുകയാണ്. അതിൻ്റെ വീലും കാര്യങ്ങളും ഒക്കെ ഇതിൻ്റെ അകത്തുണ്ട്. വേണ്ടിയ സംഗതികളെ, ടൂളുകളെ, എല്ലാ സംഭവവും ഇതിൻ്റെ അകത്തുണ്ട്. ഇതാണ് അതിൻ്റെ 2 വീല്.
അപ്പോൾ ആദ്യമേ നിങ്ങൾക്ക് വീഡിയോയ്ക്കകത്ത് സോ മെനി ഐറ്റംസുകൾ കാണാം. ഡോണ്ട് വറി, ഇതെൻ്റെ ഗരാജാണ്. അപ്പോൾ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. അപ്പോഴാദ്യം ഈ വീലിൽ ഈ സ്റ്റാൻഡിൽ വീല് ഇൻസ്റ്റോൾ ചെയ്യുക എന്നുള്ളതാണ്. അതിന് 2 സൈസ് വീലാണ് വന്നേക്കുന്നത്. ഒന്ന് നമുക്ക് ഫിക്സായിട്ട് പെർമനൻ്റ് ആയിട്ട് അത് യൂസ് ചെയ്യുന്നതും, ഒന്ന് അതുപോലെ തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സൈസ് വീലുമാണ്. 2 സൈസ് വീലാണ് വന്നേക്കുന്നത്. കണ്ടില്ല, ഇത് ഫിക്സായിട്ട് ഇതിട്ടിട്ട് സ്ക്രൂ ചെയ്യാനുള്ളതാണ്. മറ്റേത് നമുക്ക് ലോക്കും അങ്ങനെയൊക്കെയുള്ള ഇതാണ് 2 അങ്ങനെ വന്നേക്കുന്നത്. അപ്പോൾ ആദ്യമേ ഇത് ഫിക്സ് ചെയ്യാം. അപ്പോൾ ഇതിനു വേണ്ടിയുള്ള നട്ട് അത് പറഞ്ഞേക്കുന്നത് എല്ലാ നട്ട്സുകളും ഇവിടെ എന്തുവാന്നുള്ളത്, നട്ട് എന്തുവാന്നുള്ളതെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതിനു വേണ്ടിയത് 2 തമ്പ് സ്ക്രൂ എന്നാണ് പറയുന്നത്. അതിന് വേണ്ടിയുള്ള 2 സ്ക്രൂ ഇവിടെ ഉണ്ട്. അപ്പോൾ അത് ഇട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. ഇതാണ് തമ്പ് സ്ക്രൂ. ഓക്കെ, അടുത്തത് നമ്മുടെ അഡ്ജസ്റ്റബിൾ വീല് അല്ലെങ്കിൽ കാസ്റ്റർ വീൽ എന്ന് പറയും. ഇത് ഫിക്സ് ചെയ്യാന്നുള്ളതാണ്. അപ്പം ഇതിൻ്റെ ലോക്കൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടി ഉള്ള നട്ട്സാണിത്. എയർക്രോൺ നട്ട്സ് എന്ന് പറയും. അതിൻ്റെ കൂടെ തന്നെ ഒരു വാഷറും ഉണ്ട്. ഇത് 2 കൂടി ഇട്ട് വേണം നമുക്കിത് ഫിക്സ് ചെയ്യാൻ. ഇത് ടൈറ്റ് ചെയ്യാനായിട്ട് ഇതുപോലത്തെ ഒരു അഡ്ജസ്റ്റബിൾ റിഞ്ച്, ഇതാണ് ഇതിന് വേണ്ടി യൂസ് ചെയ്യേണ്ട ഒരു ടൂള് വേണ്ടിയത്. ഇതാണ്. പിന്നെ വേണ്ടിയത് ഒരു സ്ക്രൂ ഡ്രൈവർ. ഇത് 2 മതി ഇത് ഫിറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ വീല് ഫിക്സായി. ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഭാഗത്തായിട്ട് ഒരു ഷെൽഫുണ്ട്. ആ ഷെൽഫ് ഫിക്സ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അതാണ് അടുത്ത പരിപാടി. അപ്പോൾ ആ ഷെൽഫ് നമുക്കൊന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഷെൽഫ്. അപ്പോൾ അതതിൽ ഫിക്സ് ചെയ്യണം. അതിന് വേണ്ടിയുള്ള 2 സ്ക്രൂ ഉണ്ട്. ഇത് ഒന്ന് വലിയ സ്ക്രൂവും അതുപോലെ തന്നെ ഒന്ന് മീഡിയം സ്ക്രൂവുമാണ്. അപ്പോൾ ലാർജ് സ്ക്രൂ, അതായത് നമ്മുടെ ഗ്യാസ് സിലിണ്ടർ വരുന്ന ആ സൈഡിലായിട്ട് വേണം വരാനായിട്ട്. അപ്പോൾ അതങ്ങോട്ട് ഫിക്സ് ചെയ്യാനായിട്ട് അതിന് വേണ്ടിയാണ്. ഞാൻ പറഞ്ഞപ്പം തെറ്റ് പറ്റി. ഗ്യാസ് സിലിണ്ടറിൻ്റെ സൈഡ് വരുന്നിടത്താണ് മീഡിയം സ്ക്രൂ, ഓപ്പോസിറ്റ് സൈഡിൽ ലാർജ്. ഇതിന് തമ്പ് സ്ക്രൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഷെൽഫിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. നമുക്കിനി ഇത് ഷെൽഫ് ചേഞ്ച് ചെയ്ത് വെക്കാം. അതിന് മുമ്പായിട്ട് വീല് ലോക്കാന്നുള്ളത് മെയിൻ ഷുവർ ചെയ്യണം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഗ്യാസ് സിലിണ്ടർ, LPG ഗ്യാസ് സിലിണ്ടർ നമുക്ക് കുക്ക് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഹുക്ക് ഫിക്സ് ചെയ്യാന്നുള്ളതാണ്. ഇതാണ് അതിനുള്ള ഹുക്ക്. അപ്പോൾ അത് ഇവിടെ ഫിക്സ് ചെയ്യുകയാണ്. അപ്പോൾ അതിന് വേണ്ടി ഒരു ഷെയർ പിൻ എന്ന് പറയും ഇത്. അതുപോലെ തന്നെ അത് ലോക്ക് ചെയ്യാനായിട്ടൊരു ക്വാർട്ടർ പിൻ. പേപ്പർ ടവൽ ഹോൾഡർ അസംബിൾ ചെയ്യാന്നുള്ളതാണ്. അതിനുവേണ്ടി ഇതാണ് അതിൻ്റെ പേപ്പർ ടവൽ ഹോൾഡർ. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന സ്ക്രൂവ്, അതുപോലെ തന്നെ 2 വാഷർ വേണം. ഓൾറെഡി ഒരു വാഷർ ഞാൻ അവിടെ ഇട്ടിട്ടുണ്ട്. അടുത്തത് ഈ വാഷർ ഇട്ടിട്ട് ഈ നട്ടിട്ട് മുറുക്കുക. ഇത് ഫിക്സ് ചെയ്യുന്നത് ഇതിൻ്റെ ലെഗിൻ്റെ റൈറ്റ് സൈഡിലായിട്ട്, അതായത് ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ്. റൈറ്റ് സൈഡ് ഫ്രണ്ട് ലെഗിലാണ്
അതിനുള്ള സ്ഥലം. നോബ് ഫിക്സ് ചെയ്യാന്നുള്ളതാണ്. 4 നോബാണുള്ളത്. അപ്പോൾ അത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയുള്ള പരിപാടിയാണ് അടുത്തത്. അത് ഫിക്സ് ചെയ്യാനായിട്ട് പറഞ്ഞേക്കുന്നത് അതിൻ്റെ ഓപ്പൺ ഓഫ് പൊസിഷനിൽ ജസ്റ്റ് പുഷ് ചെയ്യാം. അടുത്തത് ഗ്രില്ലിൻ്റെ സൈഡ് ഹാൻഡിൽ ഫിക്സ് ചെയ്യാന്നുള്ളതാണ്. അതിതാണ് ഹാൻഡിൽ. അതിനുവേണ്ടി 4 സ്ക്രൂവുമുണ്ട്. അത് ഫിക്സ് ചെയ്യാം. അപ്പോൾ സൈഡ് ഹാൻഡിൽ നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ഇതെന്തിനാണെന്ന് ചോദിച്ച് നമുക്ക് ഈസി ആയിട്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമുക്ക് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പീരിയഡ് ഇങ്ങനെ ഇത് മൂവ് ചെയ്യാൻ പറ്റും. അതിനു വേണ്ടിയാണ് ഈ ഹാൻഡിൽ. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സൈഡ് ഷെൽഫ് ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ബ്രാക്കറ്റ് പിടിപ്പിക്കണം. അതിന് വേണ്ടി 4 ബ്രാക്കറ്റാണുള്ളത്. 4 കോർണറിലായിട്ട് അത് വരും. അപ്പോൾ അത് ഫിക്സ് ചെയ്യാന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. സൈഡ് ഷെൽഫിൻ്റെ ബ്രാക്കറ്റ് ഫിക്സ് ചെയ്യുമ്പം പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കേണ്ട ഇതിൽ ലെറ്റർ കൊടുത്തിട്ടുണ്ട്. 6 എന്നും L എന്നും 4 ബ്രാക്കറ്റ് ആവുന്നത്. അതിൽ 6 എന്നും L എന്നും കൊടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ ഫിക്സ് ചെയ്യുന്ന ഉടനെ L ഫ്രണ്ട് സൈഡിലും 6 ബാക്ക് സൈഡിലും, അതുപോലെ തന്നെ ഈ ലെഫ്റ്റ് സൈഡിൽ ഇതാണ് സൈഡ് ഡിസൈഡ് ചെയ്യുന്നത്. ലെഫ്റ്റ് സൈഡിൽ ഫിക്സ് ചെയ്യുന്ന ഉടനെ 6 ഫ്രണ്ട് സൈഡിലും L ലെഫ്റ്റ് സൈഡിലുമായിട്ട് വേണം ഫിക്സ് ചെയ്യാനായിട്ട്. അപ്പം ഷെൽഫ് ഹോൾഡർ ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഷെൽഫ് ഫിക്സ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ആ ഷെൽഫ് ഫിക്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഷെൽഫിൻ്റെ സൈഡിലായിട്ട് 4 പെഗ്, അതായത് ഹുക്കുകളുണ്ട്. അത് എന്തെങ്കിലും ചൂടുകളൊക്കെ നമുക്ക് ഹാങ് ചെയ്തിടാൻ വേണ്ടിയാണ്. പെഗ്സ് എന്ന് പറയും. അത് ഒന്ന് ഇത് ഫിക്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അതൊന്ന് അസംബിൾ ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടിയുള്ള നെയിലും വാഷറുമാണിത്. ഓരോന്നിനും ഓരോ വാഷറും ഇട്ട് വേണം അത് ഫിക്സ് ചെയ്യാനായിട്ട്. ഷെൽഫ് പ്ലേറ്റിൽ ഇതുപോലത്തെ 4 സ്ക്രൂ ഇതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ഫിക്സ് ചെയ്യണം. അടുത്തതിന് ഈ ഷെൽഫ് നേരത്തെ ഈ സ്ക്രൂ ഇട്ട് വെച്ചിരുന്നതാണ്. അത് ഇതിൻ്റെ 2 സൈഡിലുമായിട്ട് ഈ ഹോൾഡറിൽ നമുക്ക് ഫിക്സ് ചെയ്യുകയാണ്. അപ്പോൾ സൈഡ് ഷെൽഫുമായി കഴിഞ്ഞു. ഇനിയും ഷെൽഫ് നമ്മൾ ഹുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ഇങ്ങനെ ഊരിപ്പോകാതിരിക്കാൻ വേണ്ടി ഇതിവിടെ ഒരു നട്ടുണ്ട്. അതിന് വേണ്ടി ഒരു സ്ക്രൂവുമുണ്ട്. അത് നമുക്ക് ഫിക്സ് ചെയ്യണം. അപ്പോഴത് അവിടെ ഹോൾഡ് ചെയ്ത് ഇരുന്നോളും. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ടൈറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അതൊന്നും ഇറങ്ങിപ്പോകത്തില്ല. അതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്.
നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രില്ല് ചെയ്യുന്ന ഉടനെയുള്ള ഗ്രീസ് കളക്ട് ചെയ്യാനായിട്ട് നമുക്ക് അതിനുള്ള ഹോൾഡറാണിത്. അത് ഫിക്സ് ചെയ്യാന്നുള്ളതാണ്. അത് ഇതിൻ്റെ ഗ്രില്ലിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു സ്ലോട്ട് ഉണ്ട്, അതിലത് ഫിക്സ് ചെയ്യാന്നുള്ളതാണ്. അപ്പോഴതും കഴിഞ്ഞു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് ഇതിൻ്റെ ടോപ്പിൽ വെക്കുക എന്നുള്ളതാണ്. ഇതിപ്പോഴിതിൻ്റെ ഗ്രില്ലും അതുപോലെ തന്നെ അതിൻ്റെ കവറും ഒന്നിച്ചാണ് അവർ അസംബിൾ ചെയ്തേക്കുന്നത്. അപ്പോൾ അത് ഒരാളുടെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത് എടുത്ത് വെക്കാൻ പറ്റുള്ളൂ. ഇത് ഹെവി മെറ്റലാണ്. അപ്പോൾ പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയും കൊണ്ട് 4 സ്ലോട്ടുകൾ. അപ്പോൾ എക്സാക്റ്റ് അതിൻ്റെ അകത്ത് ആ പിന്നിൽ പോകത്തക്ക പോലെ വേണം നമ്മൾ എടുത്ത് വെക്കാൻ. അപ്പം 2 പേരുടെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ അത് പറ്റുകയുള്ളൂ. അപ്പുറം പിടിച്ചിട്ട് എക്സാക്റ്റ് ഈ ഹോളിൽ പോകത്തക്ക പോലെ എടുത്ത് വെക്കണം. അപ്പോൾ അതാണ് അടുത്ത പരിപാടി. മേളിലോട്ട് വെക്കാൻ പോവുകയാണ്. അതിന് മുമ്പായിട്ട് വീല് ലോക്ക് ചെയ്യണം. വീലൊന്ന് ലോക്ക് ചെയ്ത് തരും. ഓക്കെ. അപ്പോഴിനി നമ്മുടെ അപ്പോൾ നമ്മുടെ ഗ്രില്ല് ഇതിൻ്റെ മണ്ടയിൽ വെച്ചിരിക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ ഹുഡ്, ഇതാണ് ഇതിൻ്റെ കുക്കിംഗ് സർഫേസ്. അപ്പം നമ്മുടെ അസംബ്ലി ഏതാണ്ട് അവസാനിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഗ്രില്ലിൻ്റെ ഫൈനൽ അസംബ്ലി പ്രോസസ്സിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. അടുത്തതായിട്ട് ഇതിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു ഷെൽഫ് പിടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഫിക്സ് ചെയ്യണം. അത് ഫിക്സ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സൈഡ് ഷെൽഫ് ഫിക്സ് ചെയ്തപ്പോൾ അതിൻ്റെ ഒരു നെയിലുണ്ട്. ആ നെയിലൊന്ന് കുറച്ചുകൂടെ ഒന്ന് ലൂസ് ചെയ്തിട്ട് ഈ ഭാഗം അതിലോട്ട് കൊളുത്തി വെക്കുക. ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ ഞാനിത് നേരത്തെ ആ സ്ക്രൂവ് ലൂസ് ചെയ്തു. എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് ഇത് നമ്മൾ ഇടുക. എന്നിട്ട് ആ സ്ക്രൂ അങ്ങ് ടൈറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ സൈഡ് ഷെൽഫും ഫ്രണ്ട് ഷെൽഫും തയ്യാറായിരിക്കുകയാണ്. സൈഡ് ഷെൽഫ്, ഫ്രണ്ട് ഷെൽഫ്. ഈ അടുത്തത് ഇതിനൊരു ബോട്ടിൽ ഓപ്പണറുണ്ട്. അതായത് നമ്മൾ പാർട്ടിയൊക്കെ നടക്കുമ്പോൾ ഔട്ട് സൈഡിലൊക്കെ വെച്ച് ഗ്രില്ല് ചെയ്യുമ്പോൾ ആളുകളൊക്കെ ബിയറൊക്കെ കഴിക്കാറുണ്ട്. അപ്പോൾ ആ ബിയർ ബോട്ടിലൊക്കെ ഓപ്പൺ ചെയ്യാനായിട്ടൊരു ബോട്ടിൽ ഓപ്പണർ, അത് ഇതേ ഫിക്സ് പിടിപ്പിക്കണം. അപ്പോൾ ബോട്ടിൽ ഓപ്പണറും ഫിക്സ് ആയിരിക്കുകയാണ്. ഇനി അടുത്ത ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഹുഡിൻ്റെ ഹാൻഡിൽ ഫിക്സ് ചെയ്യണം. ഓക്കെ. അപ്പോൾ ലാസ്റ്റിലത്തെ ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹുഡിനൊരു ഹാൻഡിലുണ്ട്. ആ ഹാൻഡിൽ ഇവിടെ പിടിപ്പിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഉള്ള ഹാൻഡിലാണിത്. അതിൽ പ്രീ അസംബിൾഡ് സ്ക്രൂ ഉണ്ട്. ആ സ്ക്രൂ അഴിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ഗ്രില്ലിൻ്റെ അസംബ്ലി ഇവിടെ അവസാനിക്കുകയാണ്. പിന്നെ ഈ ഐറ്റം കാണാത്തവർ കാണും. നമ്മുടെ ഗ്രില്ല് പോലത്തെ തന്നെ സാധനമാണ്. ഇതിന് ഗ്രില്ലെന്ന് പറയും. ഇത് നമുക്ക്
ബാർബിക്യൂ അങ്ങനെയുള്ള ഹാംബർഗർ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇതിൽ തന്നെ പ്രിപ്പയർ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ രീതിയിൽ ഇപ്പം പൊറോട്ടയോ മസാല ദോശയോ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കാനും വളരെ എളുപ്പമായിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ സീസണിങ് അതുപോലെ തന്നെ കുക്കിങ് ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ. താങ്ക് യു വെരി മച്ച്.